ലക്ഷോപലക്ഷം സാധാരണ ഹിന്ദുക്കളുണ്ട്. അവർ അവിടെ പോകുന്ന അവസരത്തിലുണ്ടല്ലോ, അവരെ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡാണ്, നമുക്ക് ആ വികാരത്തെ കുറേ തടുത്തു നിർത്താൻ പറ്റും. പക്ഷെ അല്ലാതെ എത്രയോ ആളുകൾ കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. ഞാൻ 2 മാസം അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അയോധ്യയിലുണ്ടായിരുന്നു. പിന്നെ ഒരു 3 വർഷത്തോളം ഞാൻ ആഗ്രൻ്റെ താജ്മഹലിൻ്റെ ചാർജായിരുന്നു. അപ്പോൾ താജ്മഹലിൻ്റെ യുപിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ മഥുരയിലൊക്കെ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് മുഴുവനും ഹിന്ദു ഓഫീസേഴ്സാണ്, ഞാൻ മാത്രമേ ഒരു മുസ്ലിമായിട്ടുണ്ടാകൂ. അപ്പോൾ ആ പോകുന്ന അവസരത്തിലുള്ള അവരെ സാധാരണക്കാരെ വികാരങ്ങളുണ്ടല്ലോ, ഇത് അല്പം മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അല്ല, അതല്ല, അത് നമുക്ക് ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണല്ലോ. ഇതിന് മുമ്പേ ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ 76 എഴുത്തിലൊന്നും എങ്ങനെ ഉണ്ട് വികാരമുണ്ട്. ഇപ്പം കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് പറയുകയാണെങ്കിൽ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഹൃദയം ഉണ്ടല്ലോ, ആ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിൻ്റെ വികാരമായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഉണരുന്നത് കീർത്തനം കേട്ടിട്ടായിരിക്കും. ഞാനതിൻ്റെ ജസ്റ്റ് മുമ്പിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ ഉറങ്ങുന്നതും കീർത്തനങ്ങൾ കേട്ടുകൊണ്ടാണ്. ആളുകൾ വരുന്നത്, ധാരാളം ആളുകൾ വരുന്നുണ്ട്. പലപ്പോഴും അവർക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. നോർത്തിൽ ശരിക്ക് കട്ടിയാകുന്ന ഇതാണ്. അപ്പം ചെരുപ്പുണ്ടാവില്ല, അവരെ പാദരക്ഷ ഉണ്ടാവില്ല, വസ്ത്രങ്ങൾ വേണ്ടത്ര ഉണ്ടാവില്ല. ഇങ്ങനെ ജസ്റ്റ് ടു ഹാവ് എ ഗ്ലിംസ് ഓഫ് ശ്രീരാമ ഈ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയവികാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നേരെ മക്കയും മദീനയും ആയിരുന്നെങ്കിൽ എത്ര ബോംബ് പൊട്ടുമായിരുന്നു. എന്നിട്ടും 500 വർഷത്തോളം ഒരു യുദ്ധം ചെയ്തുകൊണ്ട് നിയമപരമായ രൂപത്തിലാണ് നേടിയെടുക്കുന്നത്. അതാണ് ഹൃദയത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും വിശാലത. ഈ 3 സ്ട്രക്ചറും ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ പെർമനന്റ്ലി തീരുമെന്നാണല്ലോ എനിക്ക്. അതെ, അത് മേ ബി അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ്. 92-ലാണ് ബാബറി തകരുന്നത്, 91-ലാണ് ഗ്യാൻ ബാബിക്ക് വേണ്ടിയുള്ള ലീഗൽ ബാറ്റിൽ തുടങ്ങുന്നത്. സോ നാച്ചുറലി ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു. അത് ഹിന്ദു മനസ്സുണ്ടല്ലോ, ഇതിനൊന്നും അംഗീകരിക്കില്ല. ഇപ്പോൾ ഇതിന് തന്നെ ഈ കാര്യത്തിന് തന്നെ ഒന്ന് ശ്രീരാമൻ്റെ ജന്മസ്ഥലം, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ മുസ്ലിങ്ങളോട് കൂടെ നിൽക്കുന്ന എത്ര ഹിന്ദുക്കളുണ്ട്. നേരെ മറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ കഴിയും. നേരെ മറിച്ച് എത്ര മുസ്ലിംസ് ഈ ഹിന്ദുക്കൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന്, എനിക്കറിയാം എത്ര പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ല, ജസ്റ്റിഫിക്കേഷൻ അല്ല. ഒരു അമ്പലം പ്രതിഷ്ഠിക്കുമ്പോൾ അതൊരു പള്ളിയെ തകർത്തിട്ടാണോ, പള്ളിയെന്നല്ല ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ തകർത്തിട്ടാണോ, അവിടെയാണോ മര്യാദ പുരുഷോത്തമനായ രാമൻ ഇരിക്കുക എന്നൊരു ചോദ്യമില്ലേ? അല്ല, പക്ഷേ ഇത് നമ്മൾ വെറും ഫിലോസഫിക്കലായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ. ജനങ്ങൾ വികാരവുമായിട്ട് നമ്മൾ ഒരല്പം നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്നതാണ് ഏറ്റവും നല്ലത്. അത് നടന്നിരുന്നില്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ടുള്ള പ്രശ്നങ്ങളാകുമായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഞാനിതുവരെ മനസ്സിലാക്കിയത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. ഉണ്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല. എനിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഇപ്പം ഭയങ്കര തണുപ്പാണ് താനും. എവിടെ? മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അമ്പലം. അതെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജസ്റ്റിസ് ഈസ് സെർവ്ഡ്? അത് ജസ്റ്റിഫൈഡ് ആണോ അല്ലേ എന്നുള്ളതല്ല ഇപ്പോൾ ഇനി പ്രശ്നം. കാരണം അത് പൊളിച്ച് നഷ്ടപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ ഒരിക്കലും തന്നെ ഒരു പുതിയ സ്ട്രക്ചർ അതിൻ്റെ അടുത്തൊരു 300 മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇത് പൊളിച്ചു പോയതിന് ശേഷം പിന്നീട് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂ സ്ട്രക്ചറാണ്. അപ്പം അത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം അതൊരു
ടൂറിസം പ്ലേസായിട്ട് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് 67ഓളം ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ പുതുതായിട്ട്. പിന്നെ ഒരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. കുറേയൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് നമ്മൾ വെറും റിജിഡായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റിന് മറുപടി നൽകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇതിൽ ആർക്കിയോളജി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതമുണ്ട്, എല്ലാം കൂടിയും ഇടകലർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന അവസരത്തിൽ ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ശേഷം മുസ്ലിമും ഹിന്ദുക്കളും ഒന്നായിട്ട് യുണൈറ്റഡായിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങണം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്നായിരുന്നു. അങ്ങനെ വേണ്ടി അവർ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറുമായിരുന്നു നമ്മളെ ചരിത്രത്തിൽ. പക്ഷെ അത് സംഭവിച്ചില്ല. അത് ഇവർ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ട് വില്ലിംഗ്ലി ദേ ഷുഡ് ഹാവ് ഹാൻഡഡ് ഓവർ ഇറ്റ്. ചോദിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എക്സ്കവേഷനിലൂടെ ആ സ്ട്രക്ചർ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ, ജസ്റ്റിസ് റിസർവ്ഡ്, അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ആ സ്ട്രക്ചർ റീബിൽഡ് ചെയ്തു എന്ന് പറയാം. ഇതിപ്പോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു ന്യൂ സ്ട്രക്ചറാണ് വരുന്നത്. ആസ് എൻ ആർക്കിയോളജിസ്റ്റ് അതിന് യാതൊരു തര ആർക്കിയോളജിക്കൽ റെലവൻസും ഇല്ല. ആർക്കിയോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവില് ഒരു റിലവൻസും ഇല്ല. എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മളത് എക്സ്കവേറ്റ് ചെയ്തത് തന്നെ ഒരു ഗുണമുണ്ടായത്, ഇഫക്റ്റീവായി എന്ന് കരുതുക? അല്ല, അത് ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തത് ഇത് പള്ളിയുടെ കീഴേ അമ്പലമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ആയിരുന്നില്ല. അത് ശരിക്കും അതിൻ്റെ ആർക്കിയോളജിക്കൽ ഇതിൻ്റെ കൾച്ചറൽ കണ്ടിന്യൂറ്റി എത്ര കീഴോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ഈ ടെമ്പിൾ ഇഷ്യൂ വന്നതാണ്. അപ്പം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി വാട്ട് ഈസ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു എന്നുള്ള നിലക്കാണ് ഇത് നമുക്കൊരു പാഠമാകട്ടെ. ആ പാഠത്തിൽ നിന്ന് കുറേ കൂടി പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ പറ്റൂ. ഒരു ചരിത്രത്തിന് ഒരു സംശയം ആദ്യം എക്സ്കവേഷൻ്റെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ബാബർ രാമക്ഷേത്രം തകർത്ത് ഒരു പള്ളി പണിതു എന്നുള്ളതാണല്ലോ നമ്മുടെ പൊതുവെ ഉള്ളൊരു വിശ്വാസവും നരേറ്റീവും. അതാണ് ഈ ബാബർ പള്ളി തകർത്തു എന്നുള്ളത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണോ സാർ? അല്ല, അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മീർ ബാക്കി എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തിട്ടുള്ള. ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ, പെർഷ്യനിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇദ്ദേഹം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. പക്ഷെ അത് തകർത്തതും ആവാം, തകർന്ന് കിടക്കുന്ന ഒരു അമ്പലമായിരിക്കും, രണ്ടും ആവാൻ സാധ്യതയുണ്ട്. ശരിയാണ്. ഉണ്ട്, രണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ തകർത്തു എന്നുള്ളതുണ്ടല്ലോ മെഡീവൽ ഇന്ത്യയിൽ ധാരാളം നടന്നിട്ടുണ്ട്, ധാരാളം. അപ്പോൾ നിങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നല്ലോ കുത്തബ് മിനാറിൻ്റെ സൈഡിൽ കുവത്തുൽ ഇസ്ലാം മസ്ജിദ് പോയാൽ ഇപ്പോഴും 20, 40, 50 ഒന്നും അല്ലല്ലോ തകർക്കൽ. അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴിപ്പോൾ നമ്മുടെ സോമനാഥ ക്ഷേത്രം തകർത്തത് ഇതിനും ഒരുപാട് നൂറ്റാണ്ടുകൾ മുന്നെയാണ്. അതിനൊക്കെ കൃത്യമായ തെളിവുണ്ട്. അതെ. ഇതിൽ കുറച്ച് പേജുകൾ, ഇപ്പം ബാബർനാമയുടെ കുറച്ച് പേജുകളും ഈ പീരീഡിൽ മിസ്സിംഗ് ആണ്. പക്ഷേ അതേ അവസരത്തിൽ അവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, മീർ ബാക്കിയാണിത് ഈ പള്ളി പണിതത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഇല്ല, തകർത്ത് എന്നുള്ളത് പൊതുവെ ആൾക്കാർ ആരും പറയില്ല. പക്ഷേ ഇവിടെ കുത്തബ് മിനാറിലെ കുവത്തുൽ ഇസ്ലാമിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. അല്ല, ഇല്ല, അത് കുറച്ച് പേജുകൾ മിസ്സിംഗ് ആണ് ആ പീരീഡിലെ. ഒരു 3 മാസത്തെ പേജുകൾ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. പക്ഷേ ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിന് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. പക്ഷേ ആ മുസ്ലിങ്ങൾ, ഞാൻ പറയാറുള്ളത്, നമ്മൾ ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ മുസ്ലിങ്ങൾ കൂടി ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് പറയും. ഞാനൊരു 7 വർഷം ഇവിടെ ആയിരുന്നു, ഗോവയിലായിരുന്നു. അപ്പോൾ ഗോവയിലെ ക്രിസ്ത്യൻ പള്ളികളെ ഉള്ളിലാണ് എൻ്റെ താമസം. ബോം ജീസസ് കത്തീഡ്രൽ, സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ 7, 10 ഇതുണ്ട്.
ഇവരെക്കാണെ മുസ്ലിങ്ങളെക്കാണെയും കൂടുതൽ അക്രമങ്ങൾ ചെയ്തിട്ടുള്ളത്, പിന്നെ വയലൻസ് ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസുകാരായിരുന്നു. അതായത് അവർ ശരിക്കും അഫ്ഗാനികളായിരുന്നു. പക്ഷേ ഇന്ന് ആ വന്ന് നടന്നിരുന്ന ആ മെഡീവൽ വയലൻസിനെ ഒന്നും പിന്നെ ഇവർ ജസ്റ്റിഫൈ ചെയ്യില്ല എന്ന് മാത്രമല്ല, അതിനെ കണ്ടം ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് പീരീഡ് എടുക്കുക, ബ്രിട്ടീഷ് പീരീഡിലും ഇതേപോലെ കുറേ വയലൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ബ്രിട്ടീഷുകാരൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇവിടെ നടക്കുന്നത് അങ്ങനല്ല. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകളും മെനക്കെടുന്നുണ്ട്. അതാണ് പിന്നെ പൊതുവെ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തമ്മിലുള്ള പിന്നെ വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിങ്ങൾ ഇതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് നന്നായിട്ട് പറയാം, ഇത് കുറേ അഫ്ഗാനികളായിരുന്നു. ഇസ്ലാം വന്നത് 2 പിന്നെ റൂട്ടിലൂടെയാണ്. നമ്മൾ കേരളത്തിൽ വന്നത് ഒന്ന് കച്ചവടത്തിലൂടെയാണ്. അപ്പം അതിൻ്റെ സ്വഭാവം ഒന്ന് വേറെയായിരുന്നു. പക്ഷേ അത് അഫ്ഗാനികളായിട്ടില്ല, അറബികളല്ല. അറബികൾ കുറേയും കൂടി സാംസ്കാരികം മറ്റു ഔന്നത്യമുള്ള ആൾക്കാരെ. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിൽ കൂടി വന്ന അവസരത്തിൽ അതൊരു വയലൻറ്റ് ഫോം ഓഫ് ഇസ്ലാമായിരുന്നു വന്നിരുന്നത്. ഇന്നും അവരെ ടീം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ജനങ്ങളുടെ സ്വഭാവമാണ് പിന്നീട് ഇസ്ലാമിലും വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും ന്യായീകരിക്കാൻ മുസ്ലിങ്ങൾ പോകാൻ പാടില്ല. ഇതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആർമി ഉണ്ടല്ലോ, ഇപ്പം പിന്നെ യൂട്യൂബ് ആർമി, ബാക്കിയുള്ള ആർമികൾ, മുസ്ലിങ്ങൾ കുറച്ച് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു കുറേ ആൾക്കാർ. ഞാൻ എന്നാൽ ലീഗൽ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവരെ മിസ്ഗൈഡ് ചെയ്തത് ഈ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസും പിന്നീട് ഇപ്പം കേരളത്തിൽ നടക്കുന്നതിൽ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ ചിന്താഗതിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്നൊക്കെ എത്രയോ തെറി പറഞ്ഞുകൊണ്ട് ഒരുപാടില്ലാതെ തെറി പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. ചിലതൊക്കെ എൻ്റെ അടുത്ത് വരും, ചിലത് വരില്ല. അപ്പോൾ അതിനൊരു ആർമി തന്നെ ഇവർ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കുറേയും കൂടി ചിന്തിക്കേണ്ടിയിരുന്നത് വളരെ അപകടകരമായ രൂപത്തിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് അവരോടുള്ള അപേക്ഷ, മുസ്ലിങ്ങളോട് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പിന്നെ ചരിത്രകാരന്മാരോട് ഒന്ന് പിന്നെ ആഴത്തിലുള്ള പഠനം ഇല്ല. ഇപ്പം കേരളത്തിലൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും വലിയ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിളകളെക്കുറിച്ചായിരിക്കും ഇവർ പിന്നെ റിസർച്ച് ചെയ്യുന്ന PhD എന്ന് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവർക്കൊന്നും ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല. അവിടെയാണ് നമുക്ക് തകരാറുകൾ സംഭവിക്കുന്നത്. എങ്ങനെയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക, ഏതെങ്കിലും ഒരു ലിമിറ്റിൽ വെച്ചിട്ട് പരിഹരിക്കുക, ഇനി അതിനുശേഷം മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കണം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദു ഇമോഷനായിട്ട് പാൻ ഇന്ത്യൻ ഫീലിംഗ് ഉണ്ടായിരുന്നു ഏതെങ്കിലും കാലത്ത്. ഒരു അയോധ്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ചില മേഖലകളല്ലാതെ ഇങ്ങനെ രാമൻ്റെ പേരിൽ ഒരു അമ്പലം ഉണ്ടാവുക, അതൊരു തീർത്ഥാടന കേന്ദ്രമാവുക എന്നുള്ളത് എപ്പോഴെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചോദ്യം വളരെ ശരിയാണ്. പക്ഷേ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പൊളിറ്റിക്കലി ആണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇതിൽ തകരാറുകൾ ഞാൻ കാണുന്നത് ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഇതിൻ്റെ റിയാക്ഷൻസ് തുടങ്ങിയതിന് ശേഷം അവർ വല്ലാതെ ക്ലെയിം വരുന്നുണ്ട്. നമ്മളെ പുഷ്പവിമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് പഠിപ്പുള്ള ആൾക്കാർ. പിന്നെ സർജറി നമുക്കറിയാമായിരുന്നു. അത് ഇപ്പോൾ സൗദി അറേബ്യയിലെ കിങ്ങൊന്നും പിന്നെ ഇസ്ലാമിലെ പിന്നെ ഈ മൈത്തോളജി ഒരു സയൻസ് കോൺഫറൻസ് പോയി പറയില്ല. പക്ഷെ മോദിജിയാണെങ്കിൽ അവിടെ സയൻസ് കോൺഫറൻസ് പോയിട്ട് നമുക്കന്ന് സർജറി അറിയാമെന്ന് പറഞ്ഞു കളഞ്ഞു. അതേപോലെ തന്നെ പിന്നെ അന്ന് നമുക്ക് ഇൻ്റർനെറ്റ് അന്നുണ്ടായിരുന്നു എന്നില്ല. ഇങ്ങനെയുള്ള കുറേ ഒരു പിന്നെ ഹിന്ദുയിസം പിടിവിട്ടു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നുന്ന രൂപത്തിൽ ഞാൻ പല ആൾക്കാരോടും എൻ്റെ പല ഇതിലും പോഡ്കാസ്റ്റിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു രൺവീർ അലഹാബാദി എന്ന് പറഞ്ഞ ഒരു 32 ലക്ഷം ആൾക്കാർ ഒരു 6 മാസത്തിന് ശേഷം ഉള്ളിൽ കണ്ടു. ഇന്ത്യയിലാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ കാര്യം കണ്ട് പിടിവിട്ട് പോകുന്നുണ്ട്. അത് എൻ്റെ പേരൊക്കെ മിസ്യൂസ് ചെയ്യാറുണ്ട്. അത് പിന്നെ ഇതിൻ്റെ ഒരു ശിവൻ്റെ പിന്നെ പ്രതിമ കിട്ടി, അത് 28,000 വർഷം മുമ്പ് ആണ് എന്ന് ഞാൻ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കളവ്. ഇപ്പം ഇങ്ങനെയുള്ള കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ധാരാളം ഹിന്ദുക്കളുടെ ഇടയിലും വരുന്നുണ്ട്. സാർ നേരത്തെ പറഞ്ഞ ഈ ഹിന്ദു വളരെ വിശാലമനസ്കരായ ഹിന്ദു ഇപ്പോൾ എവിടെയുള്ളത്?
അല്ല, ഇപ്പോഴും ഉണ്ട്. ശരിയാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ മതങ്ങളെയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഹിന്ദു ഫാർ ഫാർ ബെറ്ററാണ്. ഒരു വികാരത്തിന് വേണ്ടി ചിലപ്പോൾ അങ്ങനെ പുറത്ത് വന്നേക്കും, പക്ഷെ പിന്നീട് അവൻ തണുത്ത് തിരിച്ചെത്തും. മറ്റേത് അങ്ങനെയല്ല. ഇപ്പോൾ സെമിറ്റിക് റിലിജൻസ് അങ്ങനെയല്ല. സെമിറ്റിക് റിലിജൻസ് അതിൻ്റെ ഒറിജിനൽ ഇത് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അവർ തയ്യാറല്ലല്ലോ. ഈ വിശാല ഹിന്ദു ഉള്ളപ്പോഴാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്മ്യൂണൽ ആക്ട് നടക്കുന്നത് 92-ല്. എങ്ങനെ ഈ വിശാല ഹിന്ദു, താങ്കൾ ഈ പറഞ്ഞ വിശാല ഹിന്ദു ഉള്ളപ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ കമ്മ്യൂണലി വോളട്ടൈലായുള്ള ഒരു സിനാറിയോയിലേക്ക് പോകുന്ന നടക്കുന്നത്. ശരിയാണ്. Again, my question is coming back to Gyan Vapi. The moment you say that Gyan Vapi should be handed over to Muslims, നേരത്തെ മനോജ് ചോദിച്ചതുപോലെ would you be giving an indication, അതായത് അടുത്തൊരു ബാബറി മസ്ജിദിലേക്ക് നയിക്കുകയല്ലേ? അല്ല, അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ആദ്യം അറിയാം ഈ 3 സ്ഥലത്തിൽ കുറഞ്ഞതിലൊന്നും നിൽക്കില്ല എന്നുള്ളത്. നമുക്ക് ഹിന്ദു വികാരങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഈ 3-ൽ കുറഞ്ഞതിലും എവിടെയും നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയും പ്രൊവോക്ക് ചെയ്യാതെ ആ പോയിന്റിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് 3 കൊണ്ട് നിൽക്കൂ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഹിന്ദു മതത്തിന് അധികമൊന്നും പ്രകോപിക്കാൻ പറ്റില്ല. ഒരു പ്രകോപനം കഴിഞ്ഞു, അത് വളരെ റീസണബിളായിരുന്നു. 2, 3 അതോടുകൂടി ഹിന്ദു കമ്മ്യൂണിറ്റി നിൽക്കും. അവരധികമൊന്നും അങ്ങനെ പോകില്ല.